Forgiveness is not for others because you deserve peace. നീ സമാധാനം അർഹിക്കുന്നോണ്ട് എന്ത് ചെയ്യ്? നീ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഫൊർഗീവ്നെസ് ഈസ് നോട്ട് ഫോർ അതേഴ്സ്. അത് നമ്മളെ കുറച്ചുകൂടെ സുഖമായിട്ട് നമ്മുടെ ലൈഫിനെ ശാന്തമായി ഉറങ്ങാനും സുഖമായി ജീവിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മനോഹരമായ കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ടു. മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയാണ്. ചിലപ്പോൾ അവരത് അർഹിക്കുന്നുണ്ടായിരിക്കത്തില്ല. ദേ ഡോണ്ട് ഡിസർവ് ഇറ്റ് ബട്ട് യു ഡിസർവ് പീസ് എന്ന് പറയും. അവർ ആ ചെയ്ത തെറ്റുണ്ടല്ലോ എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല, അത് അമ്മാതിരി പണിയാണ് കാണിച്ചത്. അവരോടൊക്കെ എങ്ങനെ ഞാൻ പൊറുക്കുക? ഈ കാണിച്ച തെറ്റിന് എങ്ങനെ ക്ഷമിക്കുക? ശരിയാട്ടോ, നമ്മളിതിങ്ങനെ ഹോണ്ട് ചെയ്യും. എന്നാലും അവൻ എന്തായിരിക്കും അങ്ങനെ ചെയ്തത്, എന്നാലും ആ ചോദ്യത്തിൽ നമ്മൾ എന്നാലും എന്ന് പറഞ്ഞ ബാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരും. അവൻ എന്നോട് ചെയ്തത് ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മളെ എത്തിച്ചെല്ലേണ്ടടുത്ത് നമ്മളെ എത്തിക്കാത്തത്. കടിഞ്ഞൂൽ കല്യാണ സിനിമയ്ക്കകത്ത് ഊർവശി കുറെ പെട്ടിയും കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ? അതായത് എന്റെ അമ്മ ആദ്യമായി ഉടുപ്പ്, മാവേലെറിഞ്ഞ കല്ല് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതുപോലെ മറക്കാത്ത ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന കുറെ ഉർവശി പെട്ടികൾ നമ്മുടെ പുറത്തുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എടുത്ത് കളഞ്ഞാൽ ഏറ്റവും സുഖമായിട്ട് നമുക്ക് നമ്മുടെ യാത്ര കൊണ്ടുപോകാം. കേട്ടിട്ടില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ സാധനം. അപ്പൊ ആ ലഗേജിനെ കളയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശരിയാ. ക്ഷമിച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് ഭയങ്കര ഫ്രീ ആ, നമ്മള് വെയിറ്റ്ലെസ് ആകും.